ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ റിയൽമി ബഡ്സ് വയർലെസ് എന്നുള്ള ബ്ലൂടൂത്ത് ഇയർഫോണിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മി നെക്ക് ബാൻഡ് എന്നുള്ള ഷോമിയുടെ ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിനെ കുറിച്ചും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇയർഫോണിൽ ഏത് തിരഞ്ഞെടുക്കും എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് തീർക്കുക എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ ഡിസൈൻ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നെക്ക് ബാൻഡിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ വയർ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും റിയൽമി ബഡ്സ് വയർലെസ് എന്നുള്ള ബ്ലൂടൂത്ത് ഇയർഫോണാണ്. അതുമാത്രമല്ല, നമ്മൾ ഡിസൈനിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും കുറച്ചുകൂടി സ്ലിമ്മർ ആയിട്ടുള്ള അതേപോലെ തന്നെ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ളത് റിയൽമി ബഡ്സ് വയർലെസ്സിലാണ്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ ഡിസൈൻ കാര്യത്തിൽ തീർച്ചയായിട്ടും റിയൽമി ബഡ്സ് വയർലെസ്സിനാണ് ഒരു മുൻഗണനയുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫിറ്റ് അതേപോലെ തന്നെ കംഫർട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും റിയൽമി ബഡ്സ് വയർലെസ്സിനാണ് ഒരു മുൻഗണനയുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെവിയിൽ ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് റിയൽമി ബഡ്സ് വയർലെസ്സിന് എക്സ്ട്രാ ഫിൻസും അവൈലബിൾ ആണ്. അതായത് ചെറുതായിട്ട് മുകളിലേക്ക് നിൽക്കുന്ന ഒരു പ്രൊജക്ഷൻ, സിലിക്കൺ പ്രൊജക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെവിയിൽ നല്ല രീതിയിൽ അത് സപ്പോർട്ടീവായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഫിറ്റിൻ്റെ കാര്യത്തിൽ റിയൽമി ബഡ്സ് വയർലെസ്സിനാണ് കുറച്ചുകൂടി മുൻഗണന ഉള്ളത്. അതുപോലെ തന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും നെക്ക് ബാൻഡ് ഏരിയ സ്ലിമ്മർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കഴുത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാത്ത രീതിയിൽ അത്രയും ലൈറ്ററാണ്, അത്രയും സ്ലിമ്മറാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫിറ്റിങ്സിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിലും റിയൽമി ബഡ്സ് വയർലെസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് ഇയർഫോണാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാറ്ററി ബാക്കപ്പ്. തീർച്ചയായിട്ടും ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലും റിയൽമി ബഡ്സ് വയർലെസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒരു 10 hours കണ്ടിന്യൂസ് യൂസേജിലും അതേപോലെ തന്നെ ഒരു നോർമൽ യൂസേജിൽ ഏകദേശം 3 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും. നമുക്ക് ഷോമിയുടെ മി നെക്ക് ബാൻഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും 2 ദിവസം നമ്മൾ നോർമൽ യൂസേജിൽ കിട്ടും. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 8 മണിക്കൂർ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ബാക്കപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലും റിയൽമി ബഡ്സ് ആണ് മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ഇയർഫോൺ ആകുമ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട കാര്യമാണ് സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച്. സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയാണ് മി നെക്ക് ബാൻഡ് മുന്നിൽ നിൽക്കുന്നത്. അതായത് നല്ല രീതിയിൽ ബാസ് ഉള്ള ഇയർഫോണാണ് ഈ രണ്ട് ഇയർഫോണും. പക്ഷേ സൗണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും മി നെക്ക് ബാൻഡ് എന്നുള്ള ബ്ലൂടൂത്ത് ഇയർഫോണിലാണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യത്തിൽ MI നെക്ക് ബാൻഡാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ പ്രൈസിങ്ങിലും ചെറിയൊരു അഡ്വാൻറ്റേജ് മി നെക്ക് ബാൻഡിനാണ്. കാരണം എന്ന് വെച്ചാൽ 1600 രൂപയാണ് വില വരുന്നത്. മറിച്ച് റിയൽമി ബഡ്സ് വയർലെസ്സിലേക്ക് വരുമ്പോൾ 1800 രൂപയാണ് വില വരുന്നത്. ഏകദേശം 200 രൂപയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു കമ്പാരിസൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ. ഇനി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ റിയൽമി ബഡ്സ് വയർലെസ് എന്നുള്ള ബ്ലൂടൂത്ത് ഇയർഫോണാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മാഗ്നറ്റിക് കൺട്രോൾ ഉണ്ട്. അതായത് മാഗ്നറ്റിക് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയാണ്. അതായത് 2 ഇയർഫോണും തമ്മിൽ ഒട്ടിച്ച് വെച്ചാൽ മ്യൂസിക് നിൽക്കും, അല്ലെങ്കിൽ ഇയർഫോൺ ഓഫ് ആവും. അതല്ല രണ്ടുകൂടി വേർപ്പെടുത്തിയാൽ നമുക്ക് ഈ ഇയർഫോൺ ഓണായി വന്നിട്ട് ഫോണായിട്ട് കണക്റ്റ് ആയിട്ട് നമ്മൾ മ്യൂസിക് എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ വെച്ച് തുടങ്ങുകയും ചെയ്യും. ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട മെച്ചങ്ങളുണ്ട്. ഒന്നാമത്തെ മെച്ചം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ഇയർഫോൺ ഓഫ് ആക്കാനും ഓൺ ആക്കാനും സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ മെച്ചത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ, അതായത് ചെവിയിൽ നിന്ന് ഊരിയിട്ട് താഴെ തൂക്കിയിടുന്ന കേസിൽ ഇത് ഓഫായിട്ട് ബാറ്ററി സേവ് ചെയ്യാനും അത് ഉപകാരപ്പെടുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ മാഗ്നറ്റിക് കൺട്രോൾ എന്നുള്ള സംഗതി. ഞാൻ റിയൽമി ബഡ്സ് വയർലെസ് ഉപയോഗിച്ചിട്ടാണ് മി നെക്ക് ബാൻഡിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മിസ്സിങ് എന്ന് പറയുന്ന ഒരു തീർച്ചയായിട്ടും എനിക്ക് പ്രധാനമായിട്ട് അനുഭവപ്പെട്ട ഒരു മിസ്സിംഗ് ഫീച്ചറായിരുന്നു ഈ മാഗ്നറ്റിക് കൺട്രോൾ എന്നുള്ള ഫീച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 2 ഇയർഫോണും തമ്മിലുള്ള കമ്പാരിസൺ. അതായത് നമ്മളൊരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണ് ബെറ്റർ ബിൽഡ് ക്വാളിറ്റി, അതേപോലെ തന്നെ ഡിസൈന്, പിന്നെ അതേപോലെ തന്നെ കംഫർട്ട്, ഫിറ്റ്, അതുമാത്രമല്ല ബാറ്ററി ബാക്കപ്പ്, അതേപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും റിയൽമി ബഡ്സ് വയർലെസ് മുന്നിൽ നിൽക്കുന്നു. മറിച്ച് സൗണ്ട് ക്വാളിറ്റി അതേപോലെ തന്നെ പ്രൈസിങ്ങിലുള്ള അഡ്വാൻറ്റേജ് ഈ ഒരു കാര്യത്തിൽ മി നെക്ക് ബാൻഡ് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് ഞാൻ തിരഞ്ഞെടുക്കും? അപ്പോൾ ഒച്ചുണ്ടാക്കല നീ തൂവാം. അപ്പോൾ ഇതിൽ ഞാൻ ഏത് തിരഞ്ഞെടുക്കും എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും റിയൽമി ബഡ്സ് വയർലെസ്സിനോടാണ് എനിക്ക് താല്പര്യം. പക്ഷേ റിയൽമി ബഡ്സ് വയർലെസ്സിൽ ബ്ലാക്ക് കളർ അവൈലബിൾ അല്ല എന്നുള്ളതൊരു മെയിനായിട്ടുള്ള പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ടൊരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. ആ ഒരു കാരണം കൊണ്ട്
തീർച്ചയായിട്ടും മീ നെക്ക് ബാൻഡ് ആയിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക ഈ രണ്ടെണ്ണത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.